ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 49ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് ആക്ച്വലി ഡേ 50യുടെ ഒരു എപ്പിസോഡായിരുന്നു, ഒരു സെലിബ്രേഷൻ എപ്പിസോഡായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ലാലേട്ടൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു പോസിറ്റീവായിരുന്നു എപ്പിസോഡ് ഇന്നലെ. അപ്പോൾ അതിനുശേഷം കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട് ലാലേട്ടൻ, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏതൊരു പ്രവൃത്തിയാണ് റിഗ്രറ്റ് ആയത്, അതുപോലെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രേക്ഷകരെ നിങ്ങളിവിടെ നിർത്തുന്നത്, ഒരു റീസൺ പ്രേക്ഷകർ എന്തുകൊണ്ടായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാരാണ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ജിസയിലാണെങ്കിലും ആര്യൻ പറയുന്നുണ്ട് ജിസയിലാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. അതേപോലെ ഇപ്പോൾ ആദര പറയുന്നുണ്ട് അനിമോള്, നൂറ ഇവരെ കുറിച്ചിട്ട്. പിന്നെ ഷാനവാസിനെ കുറിച്ചിട്ട് നമ്മുടെ അനീഷ് പറയുന്നുണ്ട്, കാരണം ഇവിടെ വരുമ്പോൾ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നില്ല, കാരണം ലൈഫിൽ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിനകത്ത് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് ഷാനവാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഷാനവാസ് തിരിച്ചും പറയുന്നുണ്ട്, ആദ്യം വന്ന സമയത്ത് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിരുന്നു, പക്ഷെ അവരൊന്നും അല്ല ഇപ്പോഴത്തെ എൻ്റെ ഫ്രണ്ട്, അവരെല്ലാം മാറി, ഇപ്പം അനീഷാണ് എൻ്റെ നല്ലൊരു ഫ്രണ്ട് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അതുപോലെ അക്ബർ പറയുന്നുണ്ട് അപ്പാന് നല്ലൊരു ഫ്രണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കുറിച്ചിട്ടും പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് റിഗ്രറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു ലാലേട്ടൻ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. അതിൽ നിവിൻ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്ത ഒരു വിഷയം ഷാനവാസിന് ഇതായിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. അത് ഉദ്ദേശിച്ചത് കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യം തന്നെയാണ്. ഷാനവാസും നവീനും തമ്മിലുള്ളൊരു ഇഷ്യൂ ആണ്. അതേപോലെ ഷാനവാസും പറയുന്നുണ്ട് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ നവീനെ കുറിച്ച് പറഞ്ഞതാണ്. അതേപോലെ ബിന്നി പറയുന്നുണ്ട് എല്ലാവരും ബിന്നിനെ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നുണ്ട്. ബിന്നിക്ക് ഭയങ്കര അത് കേൾക്കുമ്പോൾ ഭയങ്കര ഹേർട്ട് ആവുകയാണ്. ചെയ്യാത്ത സമയത്ത് പോലും അങ്ങനെ ഒന്നും നടക്കാത്തത് പോലും വെറുതെ ആ ഒരു റീസൺ വെച്ചിട്ട് ബിന്നിനെ ഒറ്റപ്പെടുത്തുകയാണെന്നൊക്കെ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ബിന്നി അത്രയ്ക്ക് അങ്ങോട്ട് കുത്തിത്തിരിപ്പ് പോലെ എനിക്ക് അങ്ങനെ തോന്നിയില്ല, ബിന്നി അങ്ങനെ ഉണ്ടാക്കുന്നത് പോലെ. പക്ഷെ ബിന്നി കുറച്ച് സേഫ് ഗെയിമറായ പോലെ എനിക്ക് തോന്നി, ഡിപ്ലോമാറ്റിക്. അത് എനിക്ക് അതിലെ കുറച്ച് കുത്തിത്തിരിപ്പ് പോലെ എനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ഇത് പറയുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു എപ്പിസോഡായിരുന്നു. കാരണം എല്ലാവരും അവരുടെ ഹേർട്ട് ടച്ച് ചെയ്തിട്ടാണ് പറഞ്ഞത്, റിഗ്രറ്റ് ചെയ്ത കാര്യങ്ങളും എല്ലാം. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് നന്നായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. പിന്നെ അവസാനം നമ്മൾ കണ്ടു ഇവരുടെ ഒരു കഥാപ്രസംഗം ഉണ്ടായിരുന്നു, അതും അത്യാവശ്യം നന്നായിരുന്നു കഥാപ്രസംഗം. പിന്നെ അത് കഴിഞ്ഞിട്ട് എവിക്ഷനായിരുന്നു. എവിക്ഷൻ സമയത്ത് ഈ പറഞ്ഞ പോലെ ഡബിൾ എവിക്ഷൻ ആണെന്നൊക്കെ എല്ലാവരും ആദ്യം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഞാൻ കുറച്ച് ഇത് കണ്ടിരുന്നു, ഷോർട്സും വീഡിയോസും. അതേപോലെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഡബിൾ എവിക്ഷനാണ് ആര്യനും അതേപോലെ റെന ഫാത്തിമയും എവിക്റ്റാവും. പക്ഷേ ഡബിൾ എവിക്ഷൻ ആയിരുന്നല്ലോ, ഒരൊറ്റ എവിക്ഷൻ ഉണ്ടായിരുന്നല്ലോ, റെന മാത്രമാണ് പോയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു റെന ശരിയാണ്. ആദ്യത്തെ വീക്കിലെല്ലാം റെന ഭയങ്കരമായിട്ട് സ്ക്രീൻ സ്പേസും കണ്ടൻറ്റും എല്ലാം ഉണ്ടാക്കിയിരുന്നു. വെറുതെ റെന ഓരോ സ്ഥലത്ത് പോയി ഫൈറ്റും ഇഷ്യൂസും ഉണ്ടാക്കുകയാണെങ്കിൽ പോലും റെനയ്ക്ക് ആ സമയത്ത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വോട്ടും കിട്ടിയിരുന്നു. റെന കുറേ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് റെന പതുക്കെ ഈ പറഞ്ഞ പോലെ അനിമോള്, ആദര, നൂറ ഇവരുടെ ഒരു കമ്പനിയാണ്. മറ്റേത് റെന ഈ അക്ബർ, ജിസൈൽ, ആര്യൻ ഇവരുടെ ഒക്കെ ഒപ്പമായിരുന്നു, ഷാനവാസ് ഇവരുടെ ഒക്കെ ഒപ്പമായിരുന്നു. പക്ഷേ റെന ഇപ്പോൾ ഇവരുടെ ഒപ്പമാണ്. അപ്പോൾ അത് കാരണം തന്നെ പണ്ട് റെന കൂടുതലും ഇഷ്യൂസ് ഉണ്ടാക്കിയിരുന്നത് ആദില, നൂറേനെ ഈ പറഞ്ഞ പോലെ അവരെ ഇറിറ്റേറ്റ് ചെയ്തിട്ടും അനുമോൾ ഇറിറ്റേറ്റ് ചെയ്തും ഒനീലിനെ ഇറിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു കൂടുതലും സ്ക്രീൻ സ്പേസും കണ്ടൻറ്റും ഉണ്ടാക്കിയിരുന്നത്. കിച്ചണിൽ പോയിരുന്നിട്ട് വെറുതെ ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കുക. പക്ഷേ ഇപ്പം ഇവരായിട്ട് ഒരു ഇതായത് കാരണം ഈ പറഞ്ഞ പോലെ റെനയ്ക്ക് പ്രത്യേകിച്ചൊരു കണ്ടൻറ്റോ ഒന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ജയിലിൽ പോയത് റെനയാണ്. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ ബിബി ഹോട്ടലിലാണെങ്കിലും റെന അത്യാവശ്യം നന്നായി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ റെനയുടെ ആ ഗ്രാഫ് താഴോട്ട് തന്നെയാണ് വന്നത്, മുകളിലേക്ക് പോയിട്ടില്ല. നല്ലൊരു ഗ്രാഫായിരുന്നു റെന ഫസ്റ്റ് വീക്കിലെല്ലാം, പക്ഷേ അത് താഴ്ന്നു പോയി റെന. അതൊരു മെയിൻ റീസണാണ് റൺ ഔട്ടായതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ എന്താണെങ്കിലും റെന കരഞ്ഞൊന്നുമില്ല, അത്യാവശ്യം നന്നായി ബോൾഡായിട്ട് തന്നെയാണ് റെന പോയത്. എനിക്ക് തോന്നുന്നു റെനയ്ക്ക് അത്ര നല്ലൊരു നെഗറ്റീവോ ഒന്നും അങ്ങനെ പുറത്ത് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ എൻ്റെ ബിഗ് ബോസ് റിവ്യൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ.